ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KPCC വക്താക്കളായ ജിൻഡോ ജോണും അനൂപ് വിയറും പരസ്യമായി സർക്കാരിന്റെ നിലപാടിനെതിരെയും മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നെഴുതുകയും മാധ്യമ ചർച്ചകളിൽ അത് നിശിതമായ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് രാജു പി നായർ VD പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവായ രാജു പി നായർ KPCC നേതൃത്വത്തിന് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണം, വക്താവ് സ്ഥാനത്തുനിന്ന് ഈ രണ്ടുപേരെയും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത്. ആ കത്ത് നൽകിയതിന് പിന്നാലെയാണ് KPCCയുടെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസ് എല്ലാ KPCC വക്താക്കൾക്കും ഔദ്യോഗികമായി രേഖാമൂലം ഒരു കത്ത് കൈമാറിയിരിക്കുന്നത്. ആ കത്തിലാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയുന്നത്. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട പൊതു ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പാർട്ടിയുടെ നിലപാട് മാത്രമേ വക്താക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടുള്ളൂ. വ്യക്തിപരമായ നിലപാടുകൾ പാർട്ടി നിലപാടായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം പാർട്ടിയാണ് അവരെ വക്താക്കളായി നിയമിച്ചിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു വക്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ പാടില്ല. ഇത് കൃത്യമായി പാലിക്കാൻ എല്ലാ വക്താക്കളും നിർബന്ധിതരാണ് എന്ന കൃത്യമായ പരാമർശങ്ങളാണ് ഈ കത്തിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരു പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഒരു പോരായി പുറമെ രാഷ്ട്രീയ പ്രചാരണങ്ങൾ ഏറുകയും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തതിന് പിന്നാലെയാണ് KPCC നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനോട് ഏത് തരത്തിലായിരിക്കും ഈ വിമർശനം ഉന്നയിച്ച വക്താക്കളടക്കം ഇനി പ്രതികരിക്കുക എന്നതാണ് അറിയാനുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ നിയന്ത്രണം കൊണ്ടിരുന്നവരുടെ ലക്ഷ്യം അതാണ്. ഞാൻ ഒരു കാര്യം കൂടി, നമുക്കറിയാം ഈ രാജു പി നായർ കത്തു നൽകുന്നു, അതിൽ ഇടപെടൽ ആവശ്യപ്പെടുന്നു, ഈ വക്താക്കളെ വിലക്കണമെന്ന ആവശ്യമുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെ താല്പര്യം കൂടിയാണോ ഈ വക്താക്കൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു നീക്കം ഉണ്ടാവുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്? നമുക്കറിയാം കോൺഗ്രസ് ഭരിക്കുമ്പോൾ പലപ്പോഴും വിമത ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് പാർട്ടിക്കും സർക്കാരിനും വിരുദ്ധ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇതിപ്പോൾ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകളിൽ പോലും സർക്കാരുമായി ചേർന്ന് പോകുന്നയാളാവണം പുതിയ അധ്യക്ഷൻ എന്ന നിബന്ധനയാണ് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ വിവാദം ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് തന്നെയാണോ നേതൃത്വത്തിന്റെ പ്രതീക്ഷ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു ആവശ്യം ഉയർന്നാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതിച്ഛായയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് വിമർശനങ്ങൾ നീണ്ടു എന്ന് പറയുന്നതാകും ഉചിതം. അതിൽ KSU സംസ്ഥാന നേതൃത്വം മുതൽ KPCC വക്താക്കളിൽ ഒരു വിഭാഗം വരെ പരസ്യമായി നിലപാടെടുത്തതോടെ യഥാർത്ഥത്തിൽ വെട്ടിലാകുകയായിരുന്നു സർക്കാർ. കാരണം എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ അതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന പരാമർശങ്ങളെന്ന് പറഞ്ഞ് നേരിടാൻ കഴിയുമായിരുന്നു. പക്ഷേ സ്വന്തം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ, സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അത്തരം വിമർശനങ്ങൾ പരസ്യമായി ഉയർന്നു തുടങ്ങിയത് സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കിയെന്ന് പറയുന്നതാകും ഉചിതം. അതുകൊണ്ട് തന്നെയാണ് അത്തരം സമീപനം തുടർന്ന് സ്വീകരിക്കുന്ന നയങ്ങളോടും തീരുമാനങ്ങളോടും ഉണ്ടായാൽ അത് സർക്കാരിനെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് മാറും. അത് വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെടും. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് VD പക്ഷം നേരിട്ട് KPCC നേതൃത്വത്തിന് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടൽ നടത്തണം, ഇത്തരം അനിയന്ത്രിതമായ പരാമർശങ്ങൾ അത് പാർട്ടിക്കും സർക്കാരിനും പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കുമെന്ന കാര്യമൊക്കെ നേതൃത്വത്തെ അറിയിച്ചത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു അനുനയ നീക്കം എന്ന തരത്തിൽ കൃത്യമായി മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഒരു നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെയൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം KPCCയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയും അത്തരമൊരു തീരുമാനത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിക്ക് മുഴുവൻ സമയ അധ്യക്ഷനില്ല. അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഡൽഹിയിലാണ്. അദ്ദേഹം ഇന്ന് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിലടക്കം സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ 2 മാസം പിന്നിടുമ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങളും ഈ വിമർശനങ്ങളും ഒക്കെ ചർച്ചയാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ ഒരു വിഷയൽ ഇടപെടൽ അധ്യക്ഷനെ നിയമിക്കുന്ന കാര്യത്തിലടക്കം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, അതാണ് സാഹചര്യം. അപ്പോൾ വക്താക്കൾക്ക് നിയന്ത്രണം കൊണ്ടുവന്ന് അവരുടെ നിയന്ത്രണം കൊണ്ടുവരുന്നതിലൂടെ സ്വാഭാവികമാണ് ഭരണവിരുദ്ധ വികാരങ്ങൾ, മാധ്യമങ്ങൾക്ക് മുന്നിൽ അനാവശ്യ ചർച്ച, ഇത് ഒഴിവാക്കാനാണ് KPCCയുടെ ആലോചന. ഇതിനിടയിലാണ് പാർട്ടിക്ക് തന്നെ ഒരു തലവനില്ലാത്ത അസാധാരണ പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേരിടുന്നുണ്ട്. കാരണം KPCC അധ്യക്ഷനും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനുമെല്ലാം മന്ത്രിസഭാംഗങ്ങളാണ്. അങ്ങനെ തന്ത്രപ്രധാനമായ ചുമതലയിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാർ പോലും മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പാർട്ടിയെ നയിക്കുന്നത് ആര് എന്ന ചോദ്യം. അങ്ങനെ ഇതിനൊരു നടപടിക്രമങ്ങൾ വ്യക്തത വരുത്താൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി മടങ്ങിയെത്തുന്നു. അതോടുകൂടി KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ്, വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനായി ഇവർ തിരഞ്ഞെടുക്കുന്നത് 2-3 നേതാക്കളുടെ അഭിപ്രായം കേൾക്കൽ മാത്രമല്ല, പതിവ് രീതിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അതായത് ഇത്തവണ ഡൽഹിയിലേക്ക് ഒരു കൂട്ടം നേതാക്കളെ വിളിച്ചു ചേർത്ത്
മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ VD സതീശനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായ നടപടിക്രമങ്ങളുടെ മോഡലിലുള്ള ചർച്ചയാണ് ലക്ഷ്യമിടുന്നത്. ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം വിളിച്ചു ചേർത്ത് അഭിപ്രായം കേൾക്കാനാണ് നീക്കം. ഇതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഇന്ന് VD സതീശൻ ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടും അഭിപ്രായവും AICC നേതൃത്വം അറിയും. മറ്റ് പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ അധ്യക്ഷനെ കണ്ടെത്തുന്നതിന് പകരം പൊതു സ്വീകാര്യതയുള്ള വ്യക്തിയെ അധ്യക്ഷനാക്കാനാണ് ഈ നീക്കം. പാർട്ടി അണികൾക്കൊപ്പം പൊതുസമൂഹത്തിലും സ്വീകാര്യതയുള്ള വ്യക്തിയെ KPCCയുടെ തലപ്പത്ത് കൊണ്ടുവരണം. അപ്പോൾ പതിവ് ശീലങ്ങൾ മാറ്റിവെച്ചുള്ള പ്രഖ്യാപനമാണ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നതെന്നാണ് സൂചന. ഇതിൽ ഏറ്റവും പ്രാമുഖ്യം നൽകുന്നത് സർക്കാരുമായി ചേർന്ന് പോകുന്നയാളാവണം KPCC അധ്യക്ഷൻ എന്ന നിബന്ധനയാണ് ഇക്കാര്യത്തിൽ AICCക്കുമുള്ളത്. ജനപ്രതിനിധികളെ അധ്യക്ഷനാക്കരുത് എന്ന വാദം പൊതുവിൽ ചില നേതാക്കളൊക്കെ ഉയർത്തുന്നുണ്ട്. കാരണം നല്ലൊരു പങ്ക് പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ ജനപ്രതിനിധികളാണ്, ചിലർ മന്ത്രിമാരുമാണ്. അവരെ ഒന്നും അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരരുത്, മറിച്ച് മാറി നിൽക്കുന്ന ഒരാളെ കൊണ്ടുവരണമെന്ന് വാദമുണ്ട്. അത് ചിലപ്പം ആ പോസ്റ്റുകൾ ആഗ്രഹിക്കുന്നവരായിരിക്കും അത്തരം വാദം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാദത്തിന് വലിയ പ്രസക്തി പൊതുവിൽ സമവായം നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. ഡാൻ തുടരുന്നുണ്ട്. എന്താണ് രാഷ്ട്രീയ സാഹചര്യം നോക്കാം. ഡാൻ, ഡൽഹി ചർച്ചകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഡൽഹിയിൽ ഇനിയൊരു സീരീസ് ഓഫ് ഡിസ്കഷൻ നടക്കേണ്ടി വരുമോ? കാരണം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് ഉണ്ടായ ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ KPCC അധ്യക്ഷൻ ആര് എന്ന ചോദ്യത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന പല പേരുകാരും MP മാരോ MLA മാരോ ഒക്കെയാണ്. അപ്പോൾ അതല്ലാതെ ആര് എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ചർച്ചകളുടെ പ്രസക്തി എത്രമാത്രമാണ്? ഏത് രീതിയിലാണ് ആലോചനകൾ നടക്കുന്നത്? പാർട്ടിക്ക് ഒരു മുഴുവൻ സമയ അധ്യക്ഷൻ ഇല്ലാതിരിക്കുകയും സർക്കാരും പാർട്ടിയും തമ്മിൽ പല വിഷയങ്ങളിലും ഭിന്നാഭിപ്രായം ഉടലെടുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് അടിയന്തരമായി ഒരു മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്ന ആവശ്യം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയരുകയും അക്കാര്യം അവർ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ VD പക്ഷവും KC പക്ഷവുമൊക്കെ ചില പേരുകൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആ സമ്മർദ്ദം അങ്ങനെ തന്നെ തുടരുന്ന ഒരു സാഹചര്യവുമാണ്. അതിനിടയിലാണ് ഒരു അനുനയ നീക്കത്തിലൂടെ എല്ലാവർക്കും സ്വീകാര്യതയുള്ള ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈക്കമാൻഡ് അടിയന്തരമായ ചില ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലെത്തിയതും പ്രധാനപ്പെട്ട ദേശീയ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളായ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും VD സതീശൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമായി ദേശീയ നേതൃത്വത്തെ അറിയിക്കും. അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഇരു വിഭാഗത്തിനും നടുവിൽ ഒരു ബ്രിഡ്ജായി മാറാൻ കഴിയുന്ന സ്വീകാര്യതയുള്ള മുഖമായിരിക്കണം അധ്യക്ഷ പദവിയിലേക്ക് വരേണ്ടതെന്നാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ്. ഇപ്പോഴും ആ നിലപാട് അങ്ങനെ തന്നെ തുടരുകയാണ് എന്ന സൂചനയാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളിലൊക്കെ ലഭിക്കുകയും ചെയ്യുന്നത്. അതേസമയം KC പക്ഷവും വലിയ തരത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. മാത്യു കുഴൽനാടന് വേണ്ടി ഒരു വിഭാഗം വലിയ സമ്മർദ്ദം നീക്കം നടത്തുന്നു. അതോടൊപ്പം ഷാഫി പറമ്പിലിന് വേണ്ടി മറ്റൊരു വിഭാഗവും സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകും. അതിനുശേഷം KPCC നേതൃത്വം നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് ഇവരെ എല്ലാവരെയും ഡൽഹിക്ക് വിളിപ്പിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിലവിലെ KPCC നേതൃത്വം മുമ്പോട്ട് വെക്കുന്ന പേരും വളരെ പ്രാധാന്യത്തോടെ തന്നെയായിരിക്കും ഹൈക്കമാൻഡ് നോക്കിക്കാണുക. അങ്ങനെ പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ സ്വീകാര്യതയുള്ള ഒരു ആളിലേക്ക് അധ്യക്ഷ പദവി എത്തിക്കുക എന്നതാകും ഹൈക്കമാൻഡിന്റെ ഒരു ഫോർമുല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ ഈ രീതിയിൽ തുടർന്നാൽ സർക്കാർ അധികാരത്തിലേറ്റ് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് സമാനതകളില്ലാത്ത ഒരു ഭിന്നത പാർട്ടിക്കും സർക്കാരിനുമിടയിൽ ഉടലെടുക്കുകയും അത് പരസ്യ പ്രതികരണങ്ങളായൊക്കെ മാറുകയും ചെയ്തത്. അത്തരം സാഹചര്യങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു പൊതു സ്വീകാര്യതയുള്ള വ്യക്തിയെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിശദമായ ചർച്ചകൾക്ക് ഹൈക്കമാൻഡ് നേതൃത്വം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഡാൻ ഒരു കാര്യം കൂടി, ഇതിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനല്ല, മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അദ്ദേഹം. സ്വാഭാവികമായും പാർട്ടി അധ്യക്ഷനെ നിയമിക്കുമ്പോൾ VD സതീശന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം വേണ്ടിവരും, നൽകേണ്ടി വരും, പരിഗണിക്കേണ്ടി വരും. മറുപക്ഷത്ത് KC വേണുഗോപാൽ, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ നിൽക്കുന്ന KC വേണുഗോപാലിന് തൻ്റെ പിന്തുണയുള്ള വ്യക്തിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന സമ്മർദ്ദവും ഉണ്ടാകും. ഇത് രണ്ടും എങ്ങനെ ചേർന്ന് പോകും? ഈ സമ്മർദ്ദത്തിനിടയിൽ ഒരു സമവായ സാധ്യത വന്നാൽ അവിടെ ആരുടെ പേരിനായിരിക്കും പ്രാമുഖ്യം?
അവിടെയാണ് നമ്മളൊരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ മുന്നണിയിൽ UDF-നുള്ളിൽ ഘടകകക്ഷികളുടെയൊക്കെ പിന്തുണ കൃത്യമായി ഉറപ്പാക്കാൻ വി ഡി സതീശൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും പ്രബലരായ ലീഗിന്റെ അടക്കം പൂർണ്ണമായ പിന്തുണ അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത്. നമ്മളതൊക്കെ ചർച്ച ചെയ്തതും കണ്ടതുമാണ്. പക്ഷേ പാർട്ടിയിൽ വരുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. നമുക്കറിയാം ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ ഔദ്യോഗികമായി നടന്ന ചടങ്ങിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം, അവിടെ ഏത് തരത്തിലായിരുന്ന പരിപാടി എന്ന കാര്യം. സമാനമായ തരത്തിൽ പാർട്ടിയിൽ കൃത്യമായ ഒരു സ്വാധീനം ഉറപ്പാക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. അത് താഴെ KSU മുതൽ യൂത്ത് കോൺഗ്രസ് തുടങ്ങി പിന്നീട് അങ്ങോട്ട് KPCC വരെ നീളുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളിൽ മുഴുവൻ കൃത്യമായൊരു ഇടപെടൽ, ഒരു സ്വാധീനം KC വേണുഗോപാൽ നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ കാര്യത്തിൽ ഏറെക്കുറെ KC പക്ഷം വിജയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് KC മുമ്പോട്ട് വെക്കുന്ന പേര് അവഗണിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് കഴിയില്ല എന്നതാണ് പാർട്ടി സംഘടനാ തലത്തിൽ നോക്കുമ്പോഴുള്ള യാഥാർത്ഥ്യം. പക്ഷേ അവിടെ ഒരു വെല്ലുവിളിയായി മാറുക മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ സർക്കാരിന്റെ മുഖമാണ്. അങ്ങനെയൊരാൾ അതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാട് അവഗണിച്ച് കളയാനും നേതൃത്വത്തിന് കഴിയില്ല. അവിടെയാണൊരു അനുനയ നീക്കം അനിവാര്യതയായി മാറുന്നത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ വി ഡി സതീശനും KC വേണുഗോപാലിനും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു വ്യക്തിയെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുക എന്നതാണ് നിർണായകം. അവിടെയാണ് വി ഡി സതീശൻ ഇപ്പോൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് എന്ന പേര് KC പക്ഷവും KC വേണുഗോപാലും എത്ര കണ്ട് അംഗീകരിക്കും എന്നതുകൂടി ചർച്ചയായി മാറുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്, വിശദമായ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ KC പക്ഷത്തിന്റെ കൂടി സ്വീകാര്യതയുള്ള ഒരാൾക്ക് മാത്രമേ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ കഴിയൂ എന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യാഥാർത്ഥ്യം. മാറി ചിന്തിക്കുന്നു എന്നതാണ് സമീപകാലത്ത് കോൺഗ്രസിന്റെ പല തീരുമാനങ്ങളിൽ നമ്മൾ കണ്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അതിന്റെ പ്രതിഫലനമുണ്ടായി. ഒടുവിൽ മുഖ്യമന്ത്രി തീരുമാനിച്ചതിൽ പോലും സംഭവിച്ചതും അതാണ്. ഡാൻ സൂചിപ്പിച്ചതുപോലെ അത്തരം മാറി ചിന്തിക്കുന്ന നീക്കങ്ങൾ ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ കണ്ടറിയണം. നേതാക്കൾക്കിടയിലെ സമവായത്തിലൂടെ പുതിയൊരു പേര് മുന്നോട്ട് വരുമോ? ജാതി സമവാക്യങ്ങൾക്കപ്പുറം പരിഗണനകൾ കോൺഗ്രസ് നൽകുമോ എന്ന ചോദ്യം കൂടിയാണ് ഉണ്ടാവുന്നത്.